പ്രധാനമന്ത്രിക്കെതിരായ തീവ്രവാദി പരാമർശത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് നോട്ടീസ് അയച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 24 മണിക്കൂറിനകം മറുപടി നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബിജെപി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. എന്നാൽ ഖാർഗെയ്ക്കെതിരായ പരാതിയിൽ തിടുക്കപ്പെട്ട നടപടിയെടുത്ത കമ്മീഷൻ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത സംഭവത്തിൽ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ലെന്നാണ് പ്രതിപക്ഷമുയർത്തുന്ന ചോദ്യം. ഖാർഗെയുടെ പരാമർശങ്ങളെ ഗൗരവമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിനകം കോൺഗ്രസ് അധ്യക്ഷൻ നിലപാട് അറിയിക്കണം. മറുപടി തൃപ്തികരമല്ലെങ്കിൽ കമ്മീഷൻ ശക്തമായ നടപടികളിലേക്ക് കടന്നേക്കും. ഇന്ന് രാവിലെയാണ് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെട്ട ബിജെപി പ്രതിനിധി സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് പരാതി നൽകിയത്. മല്ലികാർജ്ജുൻ ഖാർഗെ മാപ്പ് പറയണമെന്നും അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്ന് വിലക്കണമെന്നും ബിജെപി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പ്രധാനമന്ത്രി ദൂരദർശനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത സംഭവത്തിൽ വ്യാപക പരാതികൾ ലഭിച്ചിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി മൗനമായിരുന്നു. കമ്മീഷന്റെ സെലക്ടീവ് പക്ഷപാതത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് കടുത്ത അതൃപ്തിയാണുള്ളത്. പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും താളത്തിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൃത്തം ചെയ്യുന്നുവെന്ന വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ഭരണഘടനയ്ക്ക് എതിരായാണെന്ന് ജയറാം രമേശ് കുറ്റപ്പെടുത്തി. തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണെന്ന് ഖാർഗെ നേരത്തെ തന്നെ വിശദീകരിച്ചതാണെന്നും കോൺഗ്രസ് അധ്യക്ഷനെതിരെയുള്ള നീക്കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിച്ച തിടുക്കം കമ്മീഷന്റെ അടിത്തറയെ തകർക്കുന്നതാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിമർശിച്ചു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.